നമ്മൾ പാർട്ട് 4 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ്. ദെൻ ആർക്കൊക്കെയാണ് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് കൺസേൺഡ് ആയിട്ട് നോട്ടീസ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് എല്ലാ മീറ്റിങ്ങിനും നമ്മൾ നോട്ടീസ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് കമ്പൽസറി അല്ലെങ്കിൽ മാൻഡറ്ററി ആണ്. അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് എക്സ്ട്രാ ഓർഡിനറി മീറ്റിങ്ങിൽ നോട്ടീസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എ നോട്ടീസ് ഓഫ് 21 days ഹാസ് ടു ബി ഗിവൺ ടു മെമ്പേഴ്സ് ഇൻഡിക്കേറ്റിംഗ് ദ നാച്ചർ ആൻഡ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ദ റെസൊല്യൂഷൻ ടു ബി ഡിസ്കസ്ഡ്. അതായത് ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ 21 days മുന്നേ തന്നെ എല്ലാ മെമ്പേഴ്സിനും കൺസേൺഡ് മീറ്റിങ്ങിൻ്റെ നോട്ടീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി മീറ്റിങ്ങിൻ്റെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ എന്തൊക്കെ പെർട്ടിക്കുലർ മാറ്റേഴ്സാണ് ആ ഒരു മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതെന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ എ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് സച്ച് ആസ് ദ നാച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് കൺസേൺ ഓർ ഇൻട്രസ്റ്റ് ഓഫ് എവറി ഡയറക്ടർ ഓർ മാനേജർ എനി. അതായത് കമ്പനിയിലുള്ള ഡയറക്ടേഴ്സിൻ്റെയും മാനേജേഴ്സിൻ്റെയും എന്തെങ്കിലും സ്പെഷ്യൽ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കൺസേൺസ് ഉണ്ടെങ്കിൽ അതും ആ മീറ്റിങ്ങിൻ്റെ ഇൻറ്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ നോട്ടീസിൽ അതിൻ്റെ ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്യണം. ഇറ്റ് ആൾസോ സ്റ്റേറ്റ് ദ ടൈം ആൻഡ് പ്ലേസ് ഓഫ് ദ മീറ്റിംഗ്. അതായത് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് നടത്തുന്ന ആ ഒരു ടൈം എപ്പോഴാണ്, അതിൻ്റെ ഒക്കേഷൻ എവിടെയാണെന്നുള്ള കാര്യങ്ങളും ആ നോട്ടീസിൽ പ്രൊവൈഡ് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസും ആ നോട്ടീസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ദെൻ സെക്രട്ടറീസ് ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ സെക്രട്ടറിക്ക് ഉണ്ടാവുന്ന ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ if the company received a letter of requisition from the members for convening the meeting, immediately the secretary must advise the board on the urgency of the meeting. അതായത് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മെമ്പർ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അർജൻ്റ്ലി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ സെക്രട്ടറി പാസ് ചെയ്യണം. അതുപോലെ എ ബോർഡ് മീറ്റിംഗ് ഈസ് ടു ബി കൺവെൻഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ചെയർമാൻ ടു കൺസിഡർ ദ ക്വസ്റ്റ്യൻ ഓഫ് ഹോൾഡിംഗ് ദ മീറ്റിംഗ്. അതായത് റിക്വസ്റ്റ് കിട്ടിയാൽ മാത്രം പോരാ, ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ട ആ ഒരു എമർജൻസി അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൺസൾട്ടേഷൻ അല്ലെങ്കിൽ അസിസ്റ്റൻസ് എവിടുന്ന് വേണമെങ്കിൽ അക്യൂർ ചെയ്യാം. ചെയർമാനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ട അസിസ്റ്റൻസ് സെക്രട്ടറിക്ക് അക്യൂർ ചെയ്യാം. അതുപോലെ ഇഫ് ദ ബോർഡ് ഡിസൈഡ് ടു ഹോൾഡ് ദ മീറ്റിംഗ്, ദ സെക്രട്ടറി ഹാസ് ടു അസിസ്റ്റ് ദ ബോർഡ് ഇൻ പ്രിപ്പയറിംഗ് ദ ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ ആൻഡ് ദ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് ബോർഡ് ഓഫ് മെമ്പേഴ്സാണ് ഡിസൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ബോർഡിന് ആ ഒരു മീറ്റിങ്ങിൽ ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ആ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ടൊരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ആർക്ക് അസിസ്റ്റ് ചെയ്യാം? സെക്രട്ടറിക്ക് അസിസ്റ്റ് ചെയ്യാം. അതുപോലെ ദ സെക്രട്ടറി ഹാസ് ടു ഡ്രാഫ്റ്റ് ദ നോട്ടീസ് ഫോർ കോളിംഗ് ദ മീറ്റിംഗ് ആൻഡ് ഷുഡ് മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഗെറ്റിംഗ് ഇറ്റ് പ്രിൻറ്റഡ്. അതായത് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള നോട്ടീസ് ആരാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് സെക്രട്ടറിയാണ്. ദെൻ അതിൻ്റെ പ്രിൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെക്രട്ടറി അതിൽ ഹാൻഡിൽ ചെയ്യണം. Then he should dispatch the notice along with the explanatory statement, proxy forms etc. to the registered address of each member well in advance. അതായത് നോട്ടീസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മെമ്പേഴ്സിലേക്കും അത് വിത്തിൻ 21 daysനുള്ളിൽ നമ്മൾ എല്ലാ മെമ്പേഴ്സിലേക്കും ആ നോട്ടീസ് പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ നോട്ടീസിൽ വേണമെങ്കിൽ മീറ്റിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ മീറ്റിങ്ങിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് അഡീഷണൽ ആയിട്ട് കോൾ ഫോർ ചെയ്യാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എല്ലാ മെമ്പേഴ്സിനും ആ നോട്ടീസ് ഓൺ ടൈമിൽ അവൈലബിൾ ആയിട്ടുണ്ടോ എന്നുള്ളത് സെക്രട്ടറി എൻഷുർ ചെയ്യണം. Then he should prepare the agenda of the meeting in consultation with the chairman. ചെയർമാനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മീറ്റിങ്ങിൻ്റെ അജണ്ട അല്ലെങ്കിൽ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്തൊക്കെയാണെന്നുള്ളത് ഒരു സിസ്റ്റമാറ്റിക്കലി അതിനെ പറ്റിയിട്ടൊരു ഐഡിയ ജനറേറ്റ് ചെയ്യണം.
അതുപോലെ ഹി ഹാസ് ടു പ്രിപ്പയർ ദ ലിസ്റ്റ് ഓഫ് പ്രോസീസ് ആൻഡ് മേക്ക് നെസസറി അറേഞ്ച്മെൻറ്റ് ഫോർ ടേക്കിംഗ് പോള്. അതായത് പ്രോസീസാണ് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ പ്രോക്സി മീൻസ് ദാറ്റ് ഒരു മെമ്പർക്ക് ആൾട്ടറായിട്ട് ഇൻസ്റ്റഡ് ആയിട്ട് അയാൾ റിക്കവർ ചെയ്യുന്ന ഒരു ഏജൻറ്റ് ചിലപ്പോൾ എന്താണ് മീറ്റിങ്ങിൽ പ്രസൻ്റ് ആവാം. അവരെയാണ് നമ്മൾ പ്രോക്സീസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോക്സീസും ദെൻ അവർക്ക് എന്താണ് ആ ഒരു മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വോട്ടിംഗ് കൊടുക്കണോ, അതാണ് വോട്ടിങ്ങിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. ദെൻ അറ്റ് കമൻസ്മെൻറ്റ് ഓഫ് ദ മീറ്റിംഗ് ഹി ഹാസ് ടു അസർട്ടൈൻ ദ കോറം. അതായത് മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് പ്രസൻ്റ് അല്ലേ എന്നുള്ളത് എന്താണ് സെക്രട്ടറി വെരിഫൈ ചെയ്യണം. വെൻ ചെയർമാൻ റിക്വയർസ് ഹി ഹാസ് ടു സപ്ലൈ ദ റിക്വയർഡ് മെറ്റീരിയൽസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്. അതായത് ചെയർമാനോട് എന്താണ് റിക്വയർ ചെയ്യാം ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ കമ്പനിയുടെ റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്താണ് ഓക്കെ അല്ലേ എന്നുള്ളത് എന്താണ് സെക്രട്ടറി അത് വെരിഫൈ ചെയ്യണം. ദെൻ ഹി ഹാസ് ടു ടേക്ക് ഡൗൺ നോട്ട്സ് ഓഫ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ മീറ്റിംഗ്. അതായത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ ഡിസ്കസ് ചെയ്യുന്ന മാറ്റേഴ്സിൻ്റെ എന്താണ് നോട്ട് റൈറ്റ് ഡൗൺ ചെയ്യാനുള്ള ഡ്യൂട്ടീസും ആർക്കുണ്ട്, സെക്രട്ടറിക്കുണ്ട്. Then after the meeting, the secretary has to prepare the minutes and get them approved by the chairman in the next board meeting. അതായത് ഒരു എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബോർഡ് മീറ്റിങ്ങിൻ്റെ മുന്നായിട്ട് കണ്ടക്ട് ചെയ്ത മീറ്റിങ്ങിൻ്റെ എന്താണ് മിനിറ്റ്സും നോട്ട്സും പ്രിപ്പയർ ചെയ്യണം. അതെന്താണ് സെക്രട്ടറി അതിന് സൈൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും അപ്രൂവ് ചെയ്യണം. അതും ചെയർമാൻ്റെ ഡ്യൂട്ടീസിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് മീറ്റിംഗ് ആണ് ക്ലാസ് മീറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ക്ലാസ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഷെയർസാണ് ഹെൽഡ് ചെയ്യുക. അപ്പോൾ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഷെയർസ് ഹെൽഡ് ചെയ്യുന്നവർക്ക് എന്താണ് ഡിഫറെൻ്റ് ആയിട്ടൊരു മീറ്റിംഗ് ആണ് കണ്ടക്ട് ചെയ്യുക. അതിനെയാണ് ഈ ക്ലാസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇഫ് ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഷെയർസ്, മീറ്റിംഗ് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് മേ ഹാവ് ടു ബി കോൾഡ്. ഇറ്റ് ഈസ് നോൺ ആസ് ക്ലാസ് മീറ്റിംഗ്. അതായത് ഇഫ് ദ മെമ്പേഴ്സ് ഹോൾഡ് ഇൻ different nature of shares or different type of shares, then the company required to conduct the meeting of the every type of shares held by the members held ചെയ്യുന്ന എല്ലാ ഷെയർസിൻ്റെയും ടൈപ്പിനനുസരിച്ചിട്ട് എന്താണ് സെപ്പറേറ്റ് മീറ്റിംഗ് കോൾ ഫോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ക്ലാസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. സച്ച് മീറ്റിംഗ് ക്യാൻ ബി അറ്റൻഡഡ് ഓൺലി ബൈ ദാറ്റ് ക്ലാസ് ഓഫ് ഷെയർസ്. ദെൻ ആ ഒരു മീറ്റിങ്ങിലുള്ള ക്ലാസ് മീറ്റിങ്ങിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് ഷെയർസ് ഹെൽഡ് ചെയ്യുന്ന മെമ്പേഴ്സ് ഓൺലി ആവും. ദെൻ ദിസ് ടൈപ്പ് ഓഫ് മീറ്റിംഗ് ആർ ഹെൽഡ് വെൻ ദ റൈറ്റ്സ് അറ്റാച്ചിങ് ടു ദീസ് ഷെയർസ് ആർ ടു ബി വാരിഡ്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് ഷെയർസ് എന്താണ് ഹെൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് ആ ഒരു പേഴ്സൺസിന് മാത്രമേ ഈ മീറ്റിങ്ങിൽ എന്താണ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് അവർ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിൻ്റെ റേറ്റിൽ എന്താണ് അവർക്ക് ആ ഒരു മീറ്റിങ്ങിൽ എന്താണ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. or under section 232 mergers and amalgamation of companies, where a scheme of arrangements are proposed, meeting of that several classes of shareholders and creditors are required to be held. ഇനി ചില പെർട്ടിക്കുലർ ഒക്കേഷൻസിൽ, അതായത് ഈവൻ കമ്പനി എന്താണ് അമാൽഗമേഷനോ മെർജറോ അല്ലെങ്കിൽ ടേക്ക് ഓവർ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് എല്ലാ ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഒരു മീറ്റിംഗ് എന്താണ് കമ്പനി കോൾ ഫോർ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ also at the time of winding up, the meeting of creditors or any class of them are held. അതായത് മെയിൻലി എന്ന് പറയുന്നത് എത്രയാണ് 3 സിറ്റുവേഷനിലാണ് നമ്മൾ ഡിഫറെൻറ്റ് ഷെയർസിൻ്റെ മീറ്റിംഗ് ഹെൽഡ് ചെയ്യുക. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഷെയർസിൻ്റെ മീറ്റിംഗ് സെപ്പറേറ്റ്ലി കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഷെയർസ് ഹെൽഡ് ചെയ്യുന്ന പേഴ്സൺസ് അല്ലെങ്കിൽ ആ ഷെയർസിൻ്റെ മേലെ റേറ്റ് അവർക്കുണ്ടെങ്കിൽ അവർക്ക് ആ മീറ്റിങ്ങിൽ എന്താണ് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അമാൽഗമേഷൻ മെർജർ ടേക്ക് ഓവർ, അതായത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ്റെ ടൈമിൽ എന്താണ് ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് ക്ലാസ് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാം. ദെൻ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷനിൽ എന്താണ് ക്രെഡിറ്റേഴ്സിനെ പോലെ തന്നെ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഷെയർസ് ഹെൽഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിനും എന്താണ് ആ ഒരു മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇപ്പോൾ മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്ന് പറഞ്ഞാൽ എന്താണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗ് ആണ് മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അവർ ഹോൾഡ് ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ദെൻ അവരുടെ ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അറ്റ് പ്രസൻറ്റ് എത്രത്തോളം എന്താണ് അവരുടെ
അവർ ഹോൾഡ് ചെയ്യുന്ന സെക്യൂരിറ്റിയിൽ എത്രത്തോളം ഗ്രോത്ത് ഉണ്ട് അല്ലെങ്കിൽ റിസ്കി ആണോ തുടങ്ങിയിട്ടുള്ള മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. ദ കമ്പനി മേ കോൾ ദ മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ടു ഗെറ്റ് ദെയർ അപ്രൂവൽ ഫോർ മേക്കിംഗ് എനി ചേഞ്ച് ഇൻ ദെയർ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അതായത് ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസോ കണ്ടീഷൻസോ ഒക്കെയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് എന്താണ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗ് ആണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സിന് വേണ്ടിയിട്ട്, അതായത് കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളെന്താണ് ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. എ കമ്പനി മേ കോൾ ദ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് വെൻ ദ കമ്പനി പ്രപ്പോസസ് ടു മേക്ക് എ സ്കീം ഫോർ അറേഞ്ച്മെൻറ്റ് വിത്ത് ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ്. Section 213 of the Companies Act explains such compromises and arrangements. Such meetings are meetings at any time other than winding up and meeting at the time of winding up. അതായത് ക്രെഡിറ്റേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് ക്രെഡിറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള മാറ്റേഴ്സ്, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം കമ്പനി സോൾവൻ്റ് ആണോ, അല്ലെങ്കിൽ അവരുടെ പേയ്മെൻറ്റ് ഓൺ ടൈമിൽ മീറ്റ് ചെയ്യാനുള്ള കമ്പനിക്ക് എബിലിറ്റി ഉണ്ടോ തുടങ്ങിയിട്ടുള്ള ചില സർട്ടേൺ മാറ്റേഴ്സ്, കമ്പനീസ് ആക്ടിലെ ചില സർട്ടേൺ മാറ്റേഴ്സ് എന്താണ് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ക്രെഡിറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് ഗ്രീവൻസസ് ഒക്കെ റിട്രസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ സച്ച് മീറ്റിംഗ്സ് ആർ മീറ്റിംഗ്സ് അറ്റ് എനി ടൈം അതർ ദാൻ വൈൻഡിങ് അപ്പ്. അതായത് വൈൻഡിങ് അപ്പ് അല്ലാതെ എന്താണ് കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗ് ആണ് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്, അല്ലെങ്കിൽ വേണമെങ്കിൽ എന്തുമാവാം മീറ്റിംഗ് അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. അതായത് ക്രെഡിറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട് കമ്പനി എന്താണ് 2 ടൈപ്പ് ഓഫ് മീറ്റിംഗ് ആണ് നടത്തുക. ഒന്ന് വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് നടത്തും. ദെൻ അതർ ദാൻ വൈൻഡിങ് അപ്പ് അല്ലാത്ത ചില സർട്ടേൺ സിറ്റുവേഷൻസിൽ, ആ സർട്ടേൺ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏതാണ്, കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 230 പ്രകാരം ചില കോംപ്രമൈസും ചില അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് ആ ഒരു കമ്പനിക്ക് എന്താണ് കോൾ ഫോറും ചെയ്യാവുന്നതാണ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതായത് റിക്വസിറ്റ്സ് ഓഫ് എ വാലിഡ് മീറ്റിംഗ് അല്ലെങ്കിൽ എസെൻഷ്യൽ ഓഫ് എ വാലിഡ് മീറ്റിംഗ്. അതായത് റീസെൻ്റ്ലി നടന്ന 2021 നടന്ന കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ എക്സാമിൽ എന്താണ് ഈ റിക്വസിറ്റ്സ് ഓഫ് വാലിഡ് മീറ്റിംഗ് ഷോർട്ട് എസ്സേ ആയിട്ട് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഷുവറാണ്. ഈവൻ വേണമെങ്കിൽ അത് ലോങ് എസ്സേ ആവാനുള്ള അത്രത്തോളം എന്താണ് കണ്ടൻറ്റ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ സിമ്പിളി ഈ ഒരു എസെൻഷ്യൽ ഓഫ് വാലിഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നമുക്കൊരു ജനറൽ നോളജ് വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ എസെൻഷ്യൽ എന്താണ് നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരുപാട് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ടേംസ് ഉണ്ട് അല്ലേ. എസ്പെഷ്യലി അതിന് നോട്ടീസ് വേണം. ദെൻ നോട്ടീസിലെ മീറ്റിങ്ങിൽ ഒരു അജണ്ട ഉണ്ടായിരിക്കണം. മീറ്റിങ്ങിൽ എന്താണ് മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് കോറം ഉണ്ടായിരിക്കണം. പിന്നെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ് വോട്ടിംഗ് ഉണ്ടായിരിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോപ്പർ. ദെൻ അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള എലമെൻ്റ് അല്ലെങ്കിൽ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോപ്പർ അതോറിറ്റി ടു കൺവീൻ ദ മീറ്റിംഗ്. അതായത് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കമ്പനിയുടെ അതോറിറ്റി അല്ലെങ്കിൽ കമ്പനിയുടെ അതോറിറ്റീവ് പേഴ്സൺസ് അല്ലെങ്കിൽ കമ്പനിയുടെ എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ എന്താണ് കൺസെഷൻ കിട്ടിയിരിക്കണം. ദ പ്രോപ്പർ അതോറിറ്റി ടു കൺവെയിൻ എ ജനറൽ മീറ്റിംഗ് ഓഫ് എ കമ്പനി ഈസ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഇത് കമ്പനിയുടെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെ അപ്രൂവൽ കിട്ടണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ റിക്വയർ ആണ്. അതുപോലെ ഇഫ് ഡയറക്ടേഴ്സ് ഫെയിൽ ടു കോൾ ദ മീറ്റിംഗ് ഓൺ റിക്വസ്റ്റ് ദ ട്രിബ്യൂണൽ ഈസ് ദ പ്രോപ്പർ അതോറിറ്റി ടു കോൾ ദ മീറ്റിംഗ്. ഈവൻ എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് കോൾ ഫോർ ചെയ്യുന്നതിന് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും തരത്തിലുള്ള ഒരു ലാഗിങ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ട്രിബ്യൂണലിന് വേണമെങ്കിൽ കമ്പനി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കോൾ ഫോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോപ്പർ അതോറിറ്റി ടു കണ്ടക്ട് ദ മീറ്റിംഗ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ്. അതായത് ഏത് മീറ്റിംഗ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഈ കമ്പനി മീറ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് നടത്തുന്ന ഏതൊരു മീറ്റിംഗ് ആയിക്കോട്ടെ, ആ ഒരു മീറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രീഫായിട്ടൊരു എന്താണ് ഡോക്യുമെൻ്റ്, ഒരു ബ്രീഫായിട്ട് നമ്മൾ എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അതായത് നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ്. നോട്ടീസ് ഷുഡ് ബി ഗിവൺ ടു ദ മെമ്പേഴ്സ് ആൻഡ് ആൾസോ ഷുഡ് ബി ഗിവൺ ടു ഓഡിറ്റേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് എവറി പേഴ്സൺ എൻറ്റൈറ്റിൽഡ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. അതായത് ഒരു കമ്പനിയുടെ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനി മീറ്റിങ്ങിൽ എന്താണ് പ്രസൻറ്റ് ചെയ്യാൻ എൻറ്റൈറ്റിൽ മീൻസ് ദാറ്റ് റൈറ്റ് ഉള്ള എല്ലാ മെമ്പേഴ്സിനും എല്ലാ ക്രെഡിറ്റേഴ്സിനും അല്ലെങ്കിൽ എല്ലാ ഡയറക്ടേഴ്സിനും ഓഡിറ്റേഴ്സിനും എന്താണ് ആ ഒരു മീറ്റിങ്ങിൻ്റെ നോട്ടീസ് അവർക്ക് കിട്ടുക എന്നുള്ളത് അവരുടെ റൈറ്റാണ്.
ദെൻ 21 days ബിഫോർ ദ മീറ്റിംഗ് നോട്ടീസ് ഷുഡ് ബി ഗിവൺ. അതായത് ഏതൊരു മീറ്റിംഗ് ആയിക്കോട്ടെ, അതായത് ഓർഡിനറി മീറ്റിംഗ് ആയിക്കോട്ടെ, ആനുവൽ ജനറൽ മീറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ കൈൻഡ് ഓഫ് മീറ്റിംഗ് ആയിക്കോട്ടെ, അതിൻ്റെ നോട്ടീസ് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടണം? വിത്തിൻ 21 ഡേയ്സിൻ്റെ ഉള്ളിൽ എന്താണ് മെമ്പേഴ്സിന് അത് കിട്ടിയിരിക്കണം. ദ നോട്ടീസ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ് ഓർ ത്രൂ ഇലക്ട്രോണിക് മോഡ്. അതായത് നോട്ടീസ് എന്താണ് നമുക്ക് റിട്ടൺ ഫോർമാറ്റിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോർമാറ്റിലോ നമുക്ക് എന്താണ് ഷെയർ ചെയ്യാവുന്നതാണ്. ദ നോട്ടീസ് ഓഫ് ദ ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി ഷാൾ ബി പ്ലേസ്ഡ് ഓൺ ദ വെബ്സൈറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ വെബ്സൈറ്റിൽ എന്താണ് അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി മീറ്റിങ്ങിൻ്റെ നോട്ടീസ് നമ്മൾ ഓരോ ടൈപ്പ് മീറ്റിങ്ങിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എല്ലാത്തിലും കോമൺ ആണ്. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആ ഒരൊറ്റ ടൈപ്പിൽ അല്ലെങ്കിൽ ഒരൊറ്റ ഹെഡിൽ അത് പഠിച്ചാൽ മതി. ദെൻ അതുപോലെ എന്താണ് മീറ്റിങ്ങിൻ്റെ പ്ലേസ്, ഡേറ്റ്, ടൈം അതൊക്കെ നോട്ടീസിൽ എന്താണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഇഫ് ദ സ്പെഷ്യൽ ബിസിനസ് ഈസ് ടു ബി പാസ്ഡ് ഇൻ ദ മീറ്റിംഗ് എ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അറ്റാച്ച്ഡ് ഇൻ ദ നോട്ടീസ്. അതായത് കോമൺ ആയിട്ടുള്ള മീറ്റിങ്ങിന് പുറമായിട്ട് ചില സ്പെഷ്യൽ ബിസിനസ്സസ്, അതായത് ഷെയർസിൻ്റെ വല്ല ആൾട്രേഷനോ ഡിവിഡൻറ്റിൻ്റെ ഡിക്ലറേഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാറ്റേഴ്സ് നമ്മൾ നോട്ടീസിൻ്റെ കൂടെ എന്താണ് ഒരു സ്പെഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അനക്സ്ചർ ആയിട്ട് നമ്മൾ എന്താണ് അറ്റാച്ച് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ് കോറം എന്ന് പറയുന്നത്. അപ്പോൾ കോറം എന്ന് പറഞ്ഞാൽ എന്താ? സിംപ്ലി മീൻസ് കോറം മീൻസ് ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു കണ്ടക്ട് എ മീറ്റിംഗ്. അതായത് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് റിക്വയർ ചെയ്യുന്ന മിനിമം നമ്പർ ഓഫ് പേഴ്സൺസിനെയാണ് നമ്മൾ കോറം എന്ന് പറയുന്നത്. വിത്തൗട്ട് ദ കോറം ദ മീറ്റിംഗ് ക്യാനോട്ട് ബി കണ്ടക്റ്റഡ്. അതായത് കോറം ഇല്ലാതെ നമുക്ക് എന്താണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഈവൻ കോറം ഇല്ലെങ്കിൽ, അതായത് മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ഇല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് എന്താണ് ഇൻവാലിഡേറ്റ് ആയിട്ട് പോവും. Then the articles of association of the company lay down the quorum for different meetings of the company unless the articles provide. അതായത് ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ എന്താണ് ആ ഒരു കമ്പനിയുടെ മീറ്റിങ്ങിൽ റിക്വയർ ചെയ്ത മിനിമം നമ്പർ ഓഫ് പേഴ്സൺസിൻ്റെ ഡീറ്റെയിൽസ് എത്രയാണെന്നുള്ള എന്താണ് ആർട്ടിക്കിൾസ് ഓൾറെഡി ചിലപ്പോൾ എന്താണ് രേഖപ്പെടുത്തിയിരിക്കാം. ഇപ്പോൾ സപ്പോസ് അങ്ങനെ ആർട്ടിക്കിൾസിൽ അത് സ്പെഷ്യലി മെൻഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു പബ്ലിക് കമ്പനിയുടെ കേസിൽ 5 members പേഴ്സണലി പ്രസൻറ്റ് ഇഫ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് മീറ്റിംഗ് ഈസ് നോട്ട് മോർ ദാൻ 1000. ഒരു പബ്ലിക് കമ്പനിയാണെന്ന് വിചാരിക്കുക. ആ പബ്ലിക് കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ, അതായത് ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ഡേറ്റിൻ്റെ ആ ഒരു പീരീഡിൽ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ എണ്ണം 1000-നേക്കാളും കൂടുതലല്ല. അതായത് അപ് ടു 1000 വരെ ആണെന്നുണ്ടെങ്കിലാണ് 5 members പ്രസൻ്റ് ആയാൽ മതി. അതായത് ഒരു പബ്ലിക് കമ്പനിക്ക് അതിൻ്റെ മെമ്പേഴ്സിൻ്റെ എണ്ണം, അതായത് അപ് ടു ദ ഡേറ്റ്, ആ ഒരു മീറ്റിങ്ങിൻ്റെ ഡേറ്റ് വരെ 1000 അപ് ടു 1000 ആണെന്നുണ്ടെങ്കിൽ 5 members ആ ഒരു മീറ്റിങ്ങിൽ കോറമായിട്ട് മതി. ഈവൺ അത് പബ്ലിക് കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 1000 to 5000, അതായത് 1000-നും 5000-നും ഇടയിലാണ് ഒരു പബ്ലിക് കമ്പനിയുടെ ടോട്ടൽ മെമ്പേഴ്സ് എന്നുണ്ടെങ്കിൽ എത്ര മെമ്പേഴ്സ് പാസ്സാവണം? 15 members എന്താണ് ആ ഒരു മീറ്റിങ്ങിൽ വേണം. എന്തായിട്ട്? കോറമായിട്ട് 15 members ആ ഒരു മീറ്റിങ്ങിൽ റിക്വയർ ആണ്. അതുപോലെ പബ്ലിക് കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ എണ്ണം 5000-ൽ 5000-ൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ എത്ര മെമ്പേഴ്സ് വേണം കോറമായിട്ട്? 30 members കോറമായിട്ട് ആ ഒരു മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യണം. അതായത് 5000 members-ൽ കൂടുകയാണ് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ മെമ്പേഴ്സ് എങ്കിൽ 30 members എന്താണ് ഒരു മീറ്റിങ്ങിന് കോറമായിട്ട് റിക്വയർ ആണ്. ഇൻ ദ കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി 2 members പേഴ്സണലി പ്രസൻറ്റ് ഷാൾ ബി ദ കോറം ഫോർ എ മീറ്റിംഗ് ഓഫ് ദ കമ്പനി. ഇനിയിപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ എന്താണ് അറ്റ്ലീസ്റ്റ് 2 members മതി. അതായത് അറ്റ്ലീസ്റ്റ് 2 members ആണ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് റിക്വയർ ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി. ദെൻ നാലാമത്തെ എസെൻഷ്യൽ അല്ലെങ്കിൽ നാലാമത്തെ റിക്വസ്റ്റ് ഓഫ് എ വാലിഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദ ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ് ആണ്. ദ ചെയർമാൻ ഈസ് എ പേഴ്സൺ ഹു പ്രിസൈഡ്സ് ദ മീറ്റിംഗ്. അതായത് ആ ഒരു മീറ്റിങ്ങിനെ ഓവറോൾ ആയിട്ട് മീറ്റിങ്ങിൻ്റെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ ആ ഒരു മീറ്റിങ്ങിനെ ഗൈഡ് ചെയ്യുന്ന, ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയർ ചെയ്യുന്ന പേഴ്സണാണ് ചെയർമാൻ. ദ ചെയർമാൻ ഈസ് നെസറി ടു കണ്ടക്ട് എ മീറ്റിംഗ്. ദ എൻറ്റയർ റെസ്പോൺസിബിലിറ്റി ഫോർ ദ സ്മൂത്ത് കണ്ടക്ടിങ് ഓഫ് ദ മീറ്റിംഗ് റെസ്റ്റസ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ദ ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ്. അതായത് ആ ഒരു മീറ്റിങ്ങിൻ്റെ എൻറ്റയർ ആയിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്, പ്രിസൈഡ് ചെയ്യേണ്ടത് ആരാണ്? ചെയർമാനാണ്. കമ്പനി ചെയർമാൻ ആയിരിക്കും ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ്. അതായത് കമ്പനിയുടെ ആ ഒരു ചെയർമാൻ ആയിരിക്കും ആ മീറ്റിംഗ് എന്താണ് സ്മൂത്തായിട്ട് ആ ഒരു മീറ്റിംഗ് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള എല്ലാ പ്രൊസീജിയറും എന്താണ് അണ്ടർടേക്കൺ ചെയ്യുക. ദെൻ ഡ്യൂട്ടീസ് ഓഫ് ദ ചെയർമാൻ. അപ്പോൾ ചെയർമാൻ എന്തൊക്കെ ഡ്യൂട്ടീസാണ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടു സീ ദാറ്റ് ദ മീറ്റിംഗ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് പ്രോപ്പർ. അതായത് മീറ്റിംഗ് പ്രോപ്പറായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നുള്ള എന്താണ്
ചെയർമാൻ എൻഷുർ ചെയ്യണം. ദിസ് മീൻസ് that the chairman will see the meeting is properly called by giving a proper notice to all who are entitled. The quorum is present at the meeting. He must also see whether the appointment of chairman himself has been in order. അതായത് മീറ്റിങ്ങിൻ്റെ നോട്ടീസ് പ്രോപ്പറായിട്ട് എല്ലാവർക്കും പാസ് ചെയ്തിട്ടുണ്ട്, മീറ്റിങ്ങിൽ കോറം നമ്പർ ഓഫ് പേഴ്സൺസ് പ്രസൻ്റ് ആയിട്ടുണ്ട്, അതുപോലെ അയാളെ ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ ചെയർമാനായിട്ട് അയാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് എന്താണ്, കമ്പനീസിൻ്റെ റൂള് പ്രകാരമാണ് അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഓർഡർ പ്രകാരമാണ് അയാളെ ഹിംസെൽഫ് ആ ഒരു ചെയർമാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ചെയർമാനെ എൻഷുർ ചെയ്യണം. He must note that the proceedings are conducted according to the agenda. അതായത് മീറ്റിങ്ങിൻ്റെ അജണ്ട പ്രകാരമാണ് മീറ്റിങ്ങിലെ എല്ലാ കാര്യങ്ങളും എന്താണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള എന്താണ് നോട്ടീസ് ചെയ്യണം. Then he should see that the rules and regulations of the meetings are attached with. അതായത് മീറ്റിങ്ങിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എന്താണ് കൺസേൺഡ് മീറ്റിങ്ങുമായിട്ട് എന്താണ് കൺസേൺഡ് മീറ്റിങ്ങിൽ അതെല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള എന്താണ് വെരിഫൈ ചെയ്യണം. Then he should ensure that the business is within the scope of the meeting. അതായത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം, അറ്റ് പ്രസൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്, ഇത് അറ്റ് പ്രസൻറ്റ് ബിസിനസ്സിൻ്റെ പരിധിയിൽ വരുന്ന ഒരു മീറ്റിംഗ് ആയിരിക്കണം. അതായത് ബിസിനസ് റിലേറ്റഡ് മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എന്താണ് ചെയർമാനെ സംബന്ധിച്ചിടത്തോളം അയാൾ അത് വെരിഫൈ ചെയ്യണം. Then he must preserve order, conduct meeting properly and take care that the sense of the meeting is ascertained with regard to every question before it. അതായത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് എന്താണ്, അതായത് എന്ത് ഇൻറ്റൻഷനോട് കൂടിയാണോ മീറ്റിംഗ് കോൾ ഫോർ ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ മീറ്റിങ്ങിൻ്റെ എല്ലാ പ്രൊസീഡിങ്സും അല്ലെങ്കിൽ മീറ്റിങ്ങിലെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് മീറ്റിങ്ങിൻ്റെ മെയിൻ ഇൻറ്റൻഷനോട് കൂടി ആ ഒരു മീറ്റിങ്ങിൻ്റെ സെൻസോട് കൂടിയാണ് എല്ലാ കാര്യങ്ങളും കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എന്ന് ആര് വെരിഫൈ ചെയ്യണം, ചെയർമാന് വെരിഫൈ ചെയ്യണം. Then he should see that the motion is properly proposed and ended. Amendments are properly considered and incorporated. അതായത് മീറ്റിങ്ങിൽ എന്താണ് പുതുതായിട്ട് എന്തെങ്കിലും പ്രപ്പോസൽസ് അല്ലെങ്കിൽ മീറ്റിങ്ങിൽ എന്തെങ്കിലും റെസൊല്യൂഷൻസ് അല്ലെങ്കിൽ നിലവിൽ കമ്പനി ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പർലി ആണ് അല്ലെങ്കിൽ പ്രോപ്പർ കൺസിഡറേഷനോ അല്ലെങ്കിൽ പ്രോപ്പർ ഡിസ്കഷനോട് കൂടിയാണ് മീറ്റിങ്ങിൽ ഡിസിഷൻസ് എടുത്തിട്ടുള്ളതെന്ന് സെക്രട്ടറി ചെയർമാൻ അത് വെരിഫൈ ചെയ്യണം. then he must exercise his casting vote for the interest of the company. അതായത് ഒരു കമ്പനി മീറ്റിങ്ങിൽ ചെയർമാൻ എന്താണ് അഡീഷണൽ ആയിട്ടുള്ള ഒരു വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, അതിനെയാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാസ്റ്റിംഗ് വോട്ട് അയാൾ എന്താണ് ചെയർമാൻ എക്സസൈസ് ചെയ്യണം. Then he must also see that the minutes of the last meeting are read out, and if no objection is raised, it is good. But if objections are raised and confirmed, the chairman has to see that the minutes are changed accordingly. അതായത് ലാസ്റ്റായിട്ട് കണ്ടക്ട് ചെയ്ത മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് എന്താണ് അതിൽ ആ ഒരു സ്പെഷ്യൽ മീറ്റിങ്ങിൽ റീഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജെക്ഷൻസ് റേസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കൺഫർമേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയർമാൻ അത് റിക്കോർ ചെയ്യാവുന്നതാണ്. അതായത് കണ്ടക്ട് ചെയ്ത് അതായത് ആ ഒരു കമ്പനിയുടെ ലാസ്റ്റ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് എന്താണ് അറ്റ് പ്രസൻറ്റ് മീറ്റിങ്ങിൽ റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അതിന് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ റെക്ടിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് ബ്രിങ് ഔട്ട് ചെയ്യാൻ ആർക്ക് ഡ്യൂട്ടി ഉണ്ട്, ചെയർമാൻ ഡ്യൂട്ടി ഉണ്ട്. ഈ മസ്റ്റ് ആക്ട് ഇമ്പാർഷ്യലി ഇൻ ദ ജനറൽ ഇൻട്രസ്റ്റ് ഓഫ് ദോസ് പേഴ്സൺസ് അറ്റ് ദ മീറ്റിംഗ്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സണോട് അല്ലെങ്കിൽ പെർട്ടിക്കുലർ മെമ്പറിനോട് ഫേവർ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എന്താണ് ചെയർമാൻ ഒരു മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പാടില്ല. then he must also ensure that the members present at the meeting do not discuss matters in whispers among themselves and in small groups. അതായത് മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ഗ്രൂപ്പുകളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മർമറിങ്ങോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഡിസ്കഷനോ നടത്താൻ പാടില്ല. അത് ആരെ എൻഷുർ ചെയ്യണം, കമ്പനിയുടെ ചെയർമാന് കമ്പനി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ മീറ്റിങ്ങിൻ്റെ ചെയർമാൻ അത് എൻഷുർ ചെയ്യണം. ദെൻ ലാസ്റ്റ് 3 ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ഹി മസ്റ്റ് സീ ദാറ്റ്
he must see that no unparliamentary words are used by the members during the debate. അതായത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ് അതായത് ഒപ്പോസ് ചെയ്യുന്ന പാർട്ടീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അൺഫേവർ ആയിട്ടുള്ള 2 ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. സോ അവരെന്താണ് അൺപാർലമെൻ്ററി ആയിട്ടുള്ള, അതായത് ഒരു മീറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാത്ത വേർഡ്സോ അല്ലെങ്കിൽ അബ്യൂസസോ ഒന്നും ആരും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് ചെയർമാൻ അത് വെരിഫൈ ചെയ്യണം. Then he must declare the meeting closed when all items of business have been transacted. അതായത് ഒരു ബിസിനസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രമാണ് മീറ്റിംഗ് ക്ലോസ് ചെയ്തതായിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് ചെയർമാന് പോസിബിൾ ഉള്ളൂ. Then he must see that the minutes of the business conducted at the meeting are kept and signed by him. Then at present മീറ്റിങ്ങിൻ്റെ ഒരു മിനിറ്റ്സ് അത് പ്രോപ്പർലി അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് സൈൻ ചെയ്തിട്ട് കെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചെയർമാൻ്റെ ഡ്യൂട്ടീസ് അറ്റ് ദ ടൈം ഓഫ് കോൾ ഫോർ എ മീറ്റിംഗ് ഓർ അറ്റ് ദ ടൈം ഓഫ് എ കണ്ടക്ടിങ് എ മീറ്റിംഗ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ആണ്. അതായത് ഒരു കമ്പനിയുടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് റിക്കോർ ചെയ്യുന്ന മെയിൻ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ആണ്. അപ്പോൾ അതിൽ കമ്പനിയുടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ മാറ്റേഴ്സിൻ്റെയും ഒരു ബ്രീഫായിട്ടുള്ള ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ സമ്മറിയാണ് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്. It can be described as a clear, concise and accurate record of the proceedings and the decisions arrived at a meeting. The minutes will not only be prepared but should be preserved in the permanent form for future reference. അതായത് ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ റെഫറൻസിനും ഫ്യൂച്ചർ എവിഡൻസിനും വേണ്ടിയിട്ടാണ് നമ്മൾ മിനിറ്റ്സ് കീപ്പ് ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും കൺഫ്യൂഷൻസോ, അതായത് ഡിസിഷൻസ് എടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് ഒതൻറ്റിക്കേറ്റ്ലി ആണ് നമ്മൾ പ്രൊസീഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആണ് കമ്പനിയുടെ മിനിറ്റ്സ് എന്ന് പറയുന്നത്. സോ ആൾ ദ മിനിറ്റ്സ് ഓഫ് സക്സസീവ് മീറ്റിംഗ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ എ കമ്മിറ്റി ആർ കളക്റ്റഡ് ഇൻ എ ബുക്ക് ആൻഡ് ദിസ് ഈസ് കോൾഡ് മിനിറ്റ്സ് ബുക്ക്. അതായത് ഒരു കമ്പനി കണ്ടക്ട് ചെയ്യുന്ന എല്ലാ മീറ്റിങ്സിൻ്റെയും ഒരു മിനിറ്റ്സ് പ്രോപ്പർലി ആ ഒരു കമ്പനിയിലെ ഒരു കമ്പനി കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു കമ്മിറ്റി അത് പ്രോപ്പർലി കളക്ട് ചെയ്തുകൊണ്ട് ഒരു മിനിറ്റ്സ് ബുക്ക് എന്ന രീതിയിൽ അത് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. Then the minutes are considered to be valid only when they are systematically recorded, accepted and signed. Minutes പ്രോപ്പർലി അത് പ്രോപ്പർ സ്ട്രക്ചറിൽ ആ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ ആ മിനിറ്റ്സിൽ ചെയർമാൻ ആ ഒരു മിനിറ്റ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ അത് വാലിഡ് ആയിരിക്കുകയുള്ളൂ, അതർവൈസ് അത് ഇൻവാലിഡ് ആയിരിക്കും. The chairman shall exercise absolute discretion in regard to the inclusion or non-inclusion of any matters in the meeting. അതായത് ഒരു കമ്പനിയുടെ മിനിറ്റ്സ് ബുക്കിൽ എന്തൊക്കെ മാറ്റേഴ്സ് ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റേഴ്സ് ആണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്ന് ഡിറ്റർമൈൻ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? കമ്പനിയുടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോഴുള്ള ചെയർമാൻ അതിനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓർ യൂസസ് ഓഫ് മിനിറ്റ്സ്. അതായത് ഒരു മിനിറ്റ്സ് ബുക്കിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ യൂസസ് എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് എ ക്ലിയർ, കൺസൈസ് ആൻഡ് ആക്യുറേറ്റ് റെക്കോർഡ് ഓഫ് ദ ബിസിനസ് ട്രാൻസാക്ഷൻസ് അറ്റ് എ മീറ്റിംഗ്. അതായത് ഒരു ബിസിനസ്സിൽ നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ മാറ്റേഴ്സിനെ പറ്റിയിട്ട് ഒരു ക്ലിയർ കട്ട് പിക്ചർ മിനിറ്റ്സ് വായിക്കുമ്പോൾ നമുക്കതിന്ന് കിട്ടണം. അതുപോലെ ദേ സെർവ് ആസ് എ പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് ദ പ്രൊസീഡിങ്സ് ആൻഡ് ഡിസിഷൻസ് ഓഫ് ദ മീറ്റിംഗ്. അതായത് മീറ്റിങ്ങിൽ നമ്മൾ എടുത്ത ഡിസിഷൻസിൻ്റെ അല്ലെങ്കിൽ മീറ്റിങ്ങിൽ നമ്മൾ എടുത്തിട്ടുള്ള പോളിസീസിൻ്റെ എല്ലാം ഒരു പെർമനൻറ്റ് റെക്കോർഡിങ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ റെഫറൻസ് ആയിരിക്കണം. ദേ ആർ അക്സെപ്റ്റഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ ഫോർ എവിഡൻസ്. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലീഗൽ ആക്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് കോർട്ട് വഴി കോർട്ടിൽ അതൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയിരിക്കണം. മിനിറ്റ്സ് ആർ വെരി യൂസ്ഫുൾ ടു ദോസ് മെമ്പേഴ്സ് ഹു ആർ ആബ്സെൻറ്റ് അറ്റ് ദ ഡേ ഓഫ് ദ മീറ്റിംഗ്. ഏതെങ്കിലും ഒരു മെമ്പർ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ആവുന്നില്ല, സോ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കമ്പനിയുടെ മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ അയാൾക്ക് അത് റീഡ് ചെയ്യാനായിട്ട് പോസിബിൾ ആയിരിക്കണം.
ദേ പ്രൊവൈഡ് എ ലിങ്ക് ബിറ്റ്വീൻ വൺ മീറ്റിംഗ് അറ്റ് ദ പ്രീവിയസ് മീറ്റിംഗ്. അതായത് പ്രീവിയസ് കണ്ടക്ട് ചെയ്ത മീറ്റിങ്ങിൻ്റെയും പ്രസൻറ്റ് മീറ്റിങ്ങിൻ്റെയും തമ്മിലൊരു ലിങ്ക് ആയിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. Then when the proceedings are recorded in the minutes, it can be used to check the speeches of members on certain critical points. അതായത് ഒരു മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സും അവരുടെ ഐഡിയാസും ഒപ്പീനിയൻസും അഡ്വൈസസും ഒക്കെ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ആയിട്ട് അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സ്പെസിഫൈഡ് ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് എന്താണ് ഒരു മിനിറ്റ്സ് ബുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് മെയിൻലി ഒരു മിനിറ്റ്സ് ബുക്കിൻ്റെ മേജറായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ യൂസസ് എന്ന് പറയുന്നത്.